രാഹുൽ ഇപ്പോൾ പറവൂർ പോയിട്ട് വന്നല്ലോ, എന്ത് തോന്നുന്നു? പറവൂര് പോയിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെയുള്ള കുറേ ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു എന്താണ് പറവൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് പോലും വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ പറവൂരിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ കേരളത്തിലെ MLA-മാരെ പോലെയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അവിടെ ചർച്ചാ വിഷയമാകുന്ന വലിയൊരു കാര്യമാണ്. പറവൂർ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മണ്ണാണ്, ഇടതുപക്ഷത്തിന്റെ മണ്ണാണ്. അവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് വന്നതിന് ശേഷമാണ് കോൺഗ്രസ് വിജയിച്ച് വന്നു തുടങ്ങിയത്. അദ്ദേഹം വന്നതിന് ശേഷം വലിയ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോകുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹം തോൽപ്പിച്ചിട്ടുള്ള പന്നിൻ രവീന്ദ്രനെ തോൽപ്പിച്ചിട്ടുണ്ട് അല്ലെ, PK വാസുദേവന്റെ മകളെ തോൽപ്പിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ അതിനകത്ത് മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് UDF-ന് വേണ്ടിയിട്ട് വി ഡി സതീശനാണ് മത്സരിക്കുന്നത്. LDF-ന് വേണ്ടി ED ടൈസനാണ് മത്സരിക്കുന്നത്. അതെ, NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നത് വത്സല പ്രസന്നകുമാറാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇത്രയും കാലം, അതായത് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു MLA എന്നതിനപ്പുറത്തേക്ക് വലിയൊരു രീതിയിൽ വലിയൊരു ക്യാൻവാസിലേക്ക് അദ്ദേഹം മാറി. അപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു MLA മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ടൈം കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കുന്ന ഒരു നേതാവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാൻവാസ് അത്രത്തോളം മാറി. ഇനി ജനങ്ങൾ ആ രീതിയിലായിരിക്കും അദ്ദേഹത്തിനെ വീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ ഇത്തവണ അവിടുത്തെ ജനങ്ങളും വീക്ഷിക്കാൻ പോകുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും വീക്ഷിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് പോയത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വി ഡി സതീശന്റെ. അപ്പം പുനർജനി പദ്ധതിയിലെ കുടുംബങ്ങളെ എല്ലാം വിളിച്ചിട്ട് ഒരു പരിപാടി, അതായത് വോട്ട് ചോദിക്കുകയല്ല, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾക്ക് വീട് തന്നിട്ടുണ്ട് എന്ന് വിളിച്ചോദിക്കുന്ന ഒരു പരിപാടിയെ പോലൊരു പരിപാടി. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വരുന്നവരെല്ലാം പറയുന്നത് അവർക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു വ്യക്തി അവരെ വിളിച്ചു ഒരു കുടുംബ സംഗമം. അതെ, കുടുംബ സംഗമം, അത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അവിടെ വരുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ടല്ല വിളിച്ചു വരുത്തിയത്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്തോ, നിങ്ങൾ ഇടതുപക്ഷക്കാരായിരിക്കാം, നിങ്ങൾ കോൺഗ്രസ്സുകാരായിരിക്കാം, നിങ്ങൾ പാർട്ടി ഇല്ലാത്തവരായിരിക്കാം, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് ആരെയാണോ വോട്ട് ചെയ്യാൻ വേണ്ടത് അവർക്ക് വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ വോട്ടൊന്നും ചോദിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരണം എന്ന് പറയുന്ന സ്ട്രാറ്റജി ഒന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുത്തോ. സ്വാഭാവികമായിട്ട് ഇത് വിളിച്ചത് എൻ്റെ സഹപ്രവർത്തകരാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, നമ്മളൊരു കുടുംബം പോലെ പോകുമ്പോൾ നിങ്ങളെയും വിളിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് വിളിച്ചു കൂട്ടി കണ്ടിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ പദ്ധതി തന്നെ, അതായത് ഈ പുനർജനി പദ്ധതിയെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആക്ഷേപം കേട്ട വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. നിയമസഭയിൽ പോലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചയായി. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ പോയി. പക്ഷേ ഈ കേസുകളെല്ലാം കോടതിയിൽ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലതവണ CPM ഇതിനു വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വി ഡി സതീശൻ അല്ല ഇതൊന്നും കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഓരോ ആളുകളെയും കണ്ട് ഓരോ ക്ലബ്ബുകൾ അല്ലെങ്കിൽ വിദേശ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കൊടുത്ത പൈസയാണ് ഇത് ഒരു ട്രസ്റ്റിലേക്കാണ് പോയത്. ആ ട്രസ്റ്റിൽ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് ഉണ്ട്, അവരാണ് കൃത്യമായിട്ട് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ NGO അസോസിയേഷനുകൾ അങ്ങനെ ഓരോ ആളുകളുമാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് മാത്രം. അത് അങ്ങനെയായിരുന്നു ആ പദ്ധതി. കേരളത്തിലെ മുഴുവൻ MLA-മാരും കണ്ടുപിടിക്കേണ്ട ഒരു പദ്ധതിയാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം നമ്മുടെ നാട്ടിലെ പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് വീട് തന്നെയാണ്. പല ആളുകളും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുമ്പോൾ നേതാവിനെ കാണുമ്പോൾ, നേതാവെ ഞാൻ അങ്ങയുടെ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതും വിജയിപ്പിക്കാൻ ഇറങ്ങുന്നതും എല്ലാം എനിക്ക് കിടക്കാനൊരു കൂര. കേരളത്തിലെ മലയാളികളുടെ എല്ലാം ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് കിടക്കാനൊരു കൂര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരിക്കുമ്പോൾ അടക്കാൻ മണ്ണ്, ഇത് ഭൂമിയും അടക്കം ചെയ്യാൻ ഒരു മണ്ണും, അത് തന്നെയാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് വെച്ചു കൊടുത്തുള്ള വീടുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ MLA-മാരും വെച്ചു കൊടുത്ത വീടുകളെക്കാൾ കൂടുതലുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ടും നമ്മൾ പറവൂർ മണ്ഡലം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് 82,264 വോട്ടുകളാണ്.
അവിടെ MT നിക്സൺ ആയിരുന്നു കഴിഞ്ഞ തവണ CPI സ്ഥാനാർത്ഥി. അദ്ദേഹം 60,963 വോട്ടുകളാണ് വാങ്ങിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 22,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വി ഡി സതീശൻ വിജയിക്കുന്നത്. അവിടെ BJPയുടെ വോട്ട് എന്ന് പറയുന്നത് 12,964 വോട്ടുകളാണ്. ഏകദേശം 8.2% വോട്ട് ഷെയർ മാത്രമേ ഉള്ളൂ. ഇനി BJPയുടെ വോട്ട് ഷെയർ ഉയർത്തി കഴിഞ്ഞാൽ ഒരു 14,000 വരെ പോവുകയുള്ളൂ. പക്ഷെ ഇപ്പൊ അവിടെ നിലനിൽക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. SDPI സ്ഥാനാർത്ഥി നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. നിയമവുമായി ബന്ധപ്പെട്ട് നേമത്ത് LDF ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട് SDPI പറയുന്നൊരു സാഹചര്യം. അതെ. അത് മാത്രമല്ല SDPI വി ഡി സതീശനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വി ഡി സതീശന്റെ നിലപാട് ഇത് തന്നെയാണോ എന്ന് വീണ്ടും പറയേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾ വളരെ കടുത്തതായിരിക്കും. ഇവിടെ പറവൂര് വി ഡി സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി ഇട്ടിരിക്കുന്നത് പറയുന്ന രീതിയിലേക്ക് SDPI പോയിട്ടുണ്ട്. അതായത് SDPI ഇപ്പൊ നോക്കുന്നത് വി ഡി സതീശനെ എങ്ങനെയെങ്കിലും നോക്കണം. അദ്ദേഹം പറയുന്നത് ഒരു വർഗീയ പാർട്ടികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത്. നേരത്തെയും പറഞ്ഞത് തന്നെയാണ്. RSSന്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും ആരുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും SDPI അദ്ദേഹത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. നിലപാട് മാറ്റിയില്ലെങ്കിൽ വലിയ പരിണിത ഫലങ്ങൾ അനുഭവിക്കരുത്. SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു 10,000-3,000 വോട്ടുകൾ പിടിച്ചു മാറ്റാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ പല ആളുകളും ആ വീട് കൊടുത്തതിൽ തന്നെ ഇടതുപക്ഷത്തു നിന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ വീട് കൊടുക്കാൻ വേണ്ടി പല ആളുകളെയും കൊണ്ടുപോകുന്നതും ഇടതുപക്ഷത്തുള്ള ആളുകളാണ്. ഇപ്പോൾ വി ഡി സതീശനെ പോയി കണ്ടാൽ മതി, അവരാണ് ചെന്നിട്ട് പറയുന്നത് സാറേ എൻ്റെ മണ്ഡലത്തിൽ ഇന്ന ഉള്ള ഒരാളുണ്ട്, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം. അപ്പം ഇടതുപക്ഷക്കാരുമായിട്ടാണെങ്കിൽ പോലും വി ഡി സതീശൻ ആ മണ്ഡലത്തിൽ അടുപ്പമുണ്ട്. അപ്പൊ നമുക്കറിയാം ചില നേതാക്കന്മാരാണെങ്കിലും CPM-ഉമായിട്ടും അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുമായിട്ടൊരു ബന്ധവും കാണില്ല. പക്ഷെ വി ഡി സതീശൻ അങ്ങനെയല്ല അവിടെ നിറഞ്ഞിരിക്കുന്ന ആളാണ്. മണ്ഡലത്തിലെ CPM-കാരായിട്ടാണെങ്കിലും BJP-കാരായിട്ടാണെങ്കിലും എല്ലാ ആളുകളുമായിട്ടും ഒരു അടുപ്പം, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ടതുപോലെ ഉമ്മൻചാണ്ടിയുടെ കൂട്ടാണ്. അപ്പോൾ പല ആളുകളും ഇന്ന് ഞാൻ സംസാരിച്ച വേളയിൽ എനിക്ക് മനസ്സിലായതാണ്, ഉമ്മൻചാണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ഒരു ദുഃഖം പറഞ്ഞാൽ മതി, ഒരു വെള്ള പേപ്പർ എടുത്ത് അതിനകത്ത് ചെറിയൊരു തുണ്ടു പേപ്പറിനകത്തോട്ട് എഴുതിയിട്ട് ഇത് ഇന്ന ആൾക്ക് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കുന്നൊരു രീതി. അതേപോലെയാണ് വി ഡി സതീശൻ. ആ മണ്ഡലത്തിൽ CPM-കാരാണെങ്കിലും BJP-കാരാണെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കും. അതിപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും കാര്യമായിട്ടുള്ള കാര്യത്തിനെല്ലാം ഇവരുടെ കൂടെ ഉണ്ടാകും. അത് അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തു നിന്നും കുറെ വോട്ടുകൾ വി ഡി സതീശന് പോകാനുള്ളൊരു സാധ്യത ഇടതുപക്ഷ മനസ്സുള്ള കോൺഗ്രസ്സുകാരൻ. അതെ, എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 30,000 അത് ഈ സമയം വരെ അദ്ദേഹം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്, മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അത് എല്ലാം വെച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണെങ്കിൽ പോലും ഇത്തവണ ഒരു 30,000 വോട്ടിന്റെ, കാരണം പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. കഴിഞ്ഞ തവണയായിരുന്നെങ്കിൽ വെറും MLA മാത്രമായിരുന്നു. അപ്പൊ MLAക്ക് അപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ജനപിന്തുണ, ജനശ്രദ്ധ, ഇതെല്ലാം കൊണ്ടും അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു 30,000 മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നത്. വലിയൊരു ഭൂരിപക്ഷത്തിലായിരിക്കും പറവൂരിൽ വി ഡി സതീശൻ വിജയിക്കാൻ പോകുന്നത്. ടൈസനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? LDFന്റെ ടൈസൺ അല്ല, സ്വാഭാവികമായിട്ടും വലിയൊരു മത്സരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈസൺ അവിടെ ഇട്ടിട്ടുള്ളത്. പക്ഷെ അത്ര വലിയ മത്സരമൊന്നും അവിടെ ഉണ്ടാകില്ല. അപ്പോ എന്താണെങ്കിലും നമ്മൾ പറയുന്നത് പോലെ വലിയൊരു മത്സരമൊന്നും അവിടെ ഉണ്ടാകത്തില്ല. അവിടെ ഈസി വാക്കറായിരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എങ്ങനെയായിരുന്നു? കോൺഗ്രസിനായിരുന്നു. അവിടെ ഒരു ഇടതുപക്ഷ മണ്ണാണെങ്കിൽ 21 സീറ്റ് വരെ കിട്ടിയെന്ന് പറയുന്നു അല്ലേ? 32 സീറ്റിൽ 21 സീറ്റ് വരെ UDF, LDFന് 8 സീറ്റ്, 3 സീറ്റ് NDAക്ക് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത്ര കണ്ടൊന്നും എഫക്ട് ചെയ്തില്ലെങ്കിലും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു വ്യക്തിപ്രഭാവം ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാലും UDFന് അനുകൂലമാണ്. പക്ഷേ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് 30,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും. SDPI ഭയപ്പെടുത്തുന്ന ഒന്നും അവിടെ വില പോവില്ല. അതായത് SDPI പറയുന്നത് 140 മണ്ഡലങ്ങളും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അല്ല, പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും LDFനാണ് അവർ പിന്തുണ കൊടുത്തിട്ടുള്ളത്. ഇപ്പോ എന്ത് തന്നെയാണെങ്കിലും ഈ SDPI അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയൊന്നും അതായത് വി ഡി സതീശന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല. 30,000 മുകളിൽ വലിയൊരു ഭൂരിപക്ഷം, 30,000-50,000 60% വോട്ട് കിട്ടും. അതായത് 30,000-50,000 ഇടയിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ
വി ഡി സതീശൻ അവിടെ വിജയിക്കാനുള്ള 60% വോട്ട് മണ്ഡലത്തിൽ കിട്ടും അദ്ദേഹത്തിന്. അതെ, അത് ഉറപ്പ്. വലിയൊരു ഭൂരിപക്ഷമായിരിക്കും.